പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 31 ഓഗസ്റ്റ് 2024 ശനിയാഴ്ചയാണ്, അതായത് ഈ മാസത്തെ അവസാനത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ പ്രധാന പത്രവാർത്താസ് എന്തൊക്കെയാണ് ജോസ്വിൻ? വീണ്ടും ഹേമ കമ്മിറ്റി നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകളായി വരുന്നത്. ഈ ഒരു മാസത്തിന്റെ രണ്ടാം പാദത്തില് ഹേമ കമ്മിറ്റി തുടങ്ങിയിട്ട് പിന്നെ അല്ലെ ആ ഒരു നിന്നിട്ടില്ല, കത്തിക്കൊണ്ടേയിരിക്കുകയാണ്, നിന്നിട്ടില്ല. ഹൈലൈറ്റ് വാർത്തകൾ മൊത്തം ഹേമ കമ്മിറ്റിയുടെ ആണ് അല്ലെ പ്രിയങ്ക? ഒരുപാട് വാർത്തകൾ മുങ്ങി പോകുന്നുണ്ടോന്ന് വരെ ഇപ്പൊ സംശയമുണ്ട്. കാരണം പല പേജുകളും വാർത്തകൾ കൊണ്ട് നിറയുകയാണ്, ആരോപണങ്ങൾ കൊണ്ട് പല പേജുകളും നിറയുകയാണ്. ഇപ്പോൾ ആരോപണങ്ങൾ കൊണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളടക്കം. തീർച്ചയായിട്ടും ബാറ്റിംഗും റണ്ണിങ്ങും സ്കോറിങ്ങും. അതെ. അപ്പോൾ ഹേമ കമ്മിറ്റി തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് മുകേഷിന്റെ രാജിനെ സംബന്ധിച്ച അല്ലെ പ്രിയങ്ക? എന്തായിരുന്നു മുകേഷിന്റെ രാജിനെ സംബന്ധിച്ച് പത്രത്തിൽ വന്നിരിക്കുന്ന തലക്കെട്ടുകൾ? ഓ വെരി ഗുഡ്. കടിച്ചു തൂങ്ങി കിടക്കുന്ന സ്ഥിതിക്ക് രാജി വേണം. ആരോപിതനായുള്ളൂ, തെളിയിക്കുന്നോടം വരെ രാജി വെക്കണ്ടെന്നാണോ? രാജി വെക്കണം വേണ്ടെന്നുള്ളത്. അപ്പൊ പക്ഷേ ഈ സിദ്ദിഖിന്റെ കാര്യത്തിലും രഞ്ജിത്തിന്റെ കാര്യത്തിലും തെളിയിച്ചിട്ടില്ല, അവര് രാജിവെച്ചായിരുന്നല്ലോ. ഇത് പിന്നെ MLA സ്ഥാനമായതുകൊണ്ടാണോ രാജിവെക്കാത്തത് എന്നുള്ളതുണ്ട്. രാഷ്ട്രീയ നീക്കങ്ങളുണ്ടോ കണ്ടോ? ഒരു മാതൃഭൂമി വേറൊരു സ്പെഷ്യൽ ഉണ്ട്. കാറിലെ MLA ബോർഡ് നീക്കി മുകേഷ് കൊച്ചിയിലെത്തി. MLA ബോർഡ് നീക്കി, കാറിലുള്ള MLA ബോർഡ് മുകേഷ് നീക്കി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും MLAയുമായ M മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തി അഭിഭാഷകനെ കണ്ടു. വാഹനത്തിലെ MLA ബോർഡ് നീക്കിയായിരുന്നു കൊച്ചിയിലേക്കുള്ള യാത്ര. ചിലപ്പോ വല്ല വാഹനം തടയാതിരിക്കാനോ കരിങ്കൊടി കാണിക്കാതിരിക്കാനോ ആയിരിക്കും ചിലപ്പോ. അത് സേഫ് ആയിട്ട് എത്താൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ ആയിരിക്കാൻ മതി. ഇപ്പൊ നോക്കിയ മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു സ്ത്രീ റോട്ടിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ MLA ഓഫീസിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച സംസ്ഥാന സെക്രട്ടറിയായ ഓമനയെ പോലീസ് തടഞ്ഞപ്പോൾ റോഡിൽ കിടന്ന് അവർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു സെയിം ചിത്രം മംഗളത്തിലുമുണ്ട്. കൊല്ലം MLA മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് പ്രതിരോധം ഭേദിച്ച് തള്ളിക്കയറുന്ന ജില്ലാ പ്രസിഡന്റ് ഗായത്രി വി നായരുടെ ചിത്രം. അപ്പൊ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സ്കോർ ചെയ്യാണ്. ഒരു സ്ഥലത്ത് ഓമന റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുമ്പോൾ മറുസ്ഥലത്ത് പോലീസിന്റെ ബാരിക്കേഡുകളെ ഭേദിച്ചുകൊണ്ട് ഗായത്രിയും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ മുകേഷിന്റെ രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം സമരങ്ങളായി തുടരുകയാണ്. CPM ഭയങ്കര ഇതായിട്ട് കൊണ്ട് നിൽക്കുകയാണ്. ഉടനടി ഉണ്ടാവില്ല. CPM ഉറപ്പിച്ചിരിക്കാൻ ഉടനടി ഉണ്ടാവില്ല. അതെ, ആരാ കുത്തിരിപ്പ്? SP ഓഫീസിലെ കുത്തിരിപ്പ് സമരം. അൻവറിനോട് CPI വിശദീകരണം തേടി. അതൊരു വേറെ വാർത്തയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിലേറ്റ് ചെയ്ത വാർത്തയല്ല, അത് അൻവർ MLAയുടെ വേറൊരു വാർത്തയാണ്. ആ വാർത്തയിലേക്ക് നമുക്ക് വരാം അല്ലെ? അതെ, തീർച്ചയായിട്ടും അതെ, വരണല്ലോ. അപ്പൊ മുകേഷിന്റെ രാജി ഉണ്ടാവില്ല, CPM ചർച്ച ചെയ്യും കേട്ടോ, ചർച്ച ചെയ്യും. ഞങ്ങൾ ചർച്ചകൾ ചെയ്തുകൊണ്ടേയിരിക്കും. 3 വർഷം 4 വർഷം 5 വർഷം ചർച്ച ചെയ്യും. അപ്പോഴേക്കും ഭരണം മാറുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും രാജിവെപ്പിക്കാമല്ലോ. രാജിവെപ്പിക്കാമല്ല, നിങ്ങൾക്ക് ജനങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ ഇനി. അതെ, അതെ, തീർച്ചയായിട്ടും. അപ്പോ അത് ഇപ്പൊ ഒരു പ്രതിസന്ധി നിലയിൽ നിൽക്കുമ്പോൾ, അതായത് മുകേഷിന്റെ രാജി എന്നുള്ളതാണ് ഇപ്പൊ പ്രധാനമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കൂടി മുകേഷ് ഉള്ളതുകൊണ്ട് മുകേഷിന്റെ രാജി ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് മുന്നണികള് നോക്കിക്കാണുന്നത്. പറഞ്ഞോളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സിനിമയെ മാത്രമല്ല ഇപ്പൊ രാഷ്ട്രീയത്തെയും ബാധിച്ചിരിക്കുകയാണ്. കാരണം CPM പോലും ഇപ്പോ 2 ഭാഗങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു തെളിവുണ്ട്. കാരണം മുകേഷ് രാജിവെക്കണമെന്ന് ബൃന്ദാക്കാരായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പാർട്ടി പറയുന്നത് മുകേഷ് രാജിവെക്കില്ലെന്ന്, അതേ പാർട്ടിയുടെ തന്നെ മറ്റൊരു പ്രവർത്തകർ പറയുന്നു രാജിവെക്കണമെന്ന്. ലൈംഗിക അതിക്രമ കേസിൽ ആരോപണ വിധേയനായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാട് ഉറച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാക്കാരോട്ട്. വെരി ഗുഡ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്, CPI, CPM. അപ്പോ ഇപ്പൊ മനസ്സിലാക്കിയിടത്തോളം CPM തന്നെ ഇപ്പൊ മുകേഷിന്റെ അടുത്ത് 2 വിഭാഗങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. CPI കടുത്ത നിലപാടെടുക്കുന്നുണ്ട്. എന്താണ്, ആനിരാജി അടക്കം പറഞ്ഞു CPIയിലെ
മുകേഷ് രാജിവെക്കണമെന്ന്. അപ്പൊ അവര് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇപ്പോ CPM-ലെ തന്നെ ബൃന്ദാക്കാരായിട്ട് അടക്കം മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ സമ്മർദ്ദം വരുന്നുണ്ട്. അതെ അല്ലേ? ഇപ്പൊ ചേട്ടൻ പറഞ്ഞിട്ട് വേറൊരു ദിവസം കൂടെ ഉണ്ട്. CPM-നെയും CPI-യെയും CPM-നെയും തെറ്റിക്കാൻ നോക്കണ്ട ബിനോയ് വിശ്വം. ഓക്കെ. മുകേഷ് വിഷയത്തിൽ CPM നിലപാട് വ്യക്തമായി കഴിഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPIക്ക് ഒറ്റ നിലപാട് മാത്രമാണുള്ളത്. CPI-യെയും CPM-നെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കണ്ട. തർക്കം എന്ന വ്യാമോഹം ആർക്കും വേണ്ട. മാധ്യമങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ട. ഇനി ഒരു പുതിയ നിലപാട് CPIക്ക് വ്യക്തമാക്കേണ്ട കാര്യമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിലിപ്പോ പറഞ്ഞോളൂ. പറഞ്ഞ വിഷയം അതായത് നമ്മുടെ പുള്ളിനെ രാജിവെപ്പിക്കില്ലെന്നുള്ളതാണ്. അതിന് ഇങ്ങോട്ടും ഇല്ല എന്നാണ് അപ്പൊ പറഞ്ഞു വെക്കുന്നതല്ലേ? ഓക്കെ. ശരിക്കും ആരോപണങ്ങളിൽ ഇപ്പോ മുകേഷും ജയസൂര്യയും തമ്മിലാണ് പോരാട്ടം എന്ന് സോഷ്യൽ മീഡിയയിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. അതായത് ഓരോ ദിവസം ഓരോരുത്തർ സ്കോർ ചെയ്യാണ്, ഒരുമാതിരി ഗോൾ അടിക്കുന്ന പോലെ. ഒരു കേസും കൂടി എക്സ്ട്രാ ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ? അപ്പൊ ജയസൂര്യ ഫസ്റ്റ്. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്. തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് നടി പരാതി നൽകിയത്. ജയസൂര്യ ലണ്ടനിൽ എന്തോ ആണ്. അതെ ഉടനടി കേരളത്തിലോട്ട് ഇല്ല എന്നൊക്കെയാണ് പലരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കള് വഴി ഉള്ളൊരു അറിയിപ്പ് വെച്ചിട്ട് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം ജയസൂര്യയെ ലണ്ടനിൽ തന്നെ നിർത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നറിയില്ല. പത്രമാധ്യമങ്ങളാണ് ചിലപ്പോ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസുമായിട്ടുള്ള ജാമ്യത്തിന് വേണ്ടി കോടതി ജാമ്യം അനുവദിച്ചാൽ ലണ്ടനിൽ നിന്ന് എത്തുമായിരിക്കാം എന്ന് വിചാരിക്കാം. അറിയില്ല, ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. എത്രത്തോളം യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയില്ല. അതെ, ജയസൂര്യക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ജയസൂര്യക്കും കൗണ്ടർ കൊടുക്കാം. സ്ത്രീകൾ പറയുന്നത് മാത്രമാണ് ശരി എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യവുമില്ല. ജയസൂര്യക്കും കൗണ്ടർ കൊടുക്കാം, സിദ്ദിഖിനും കൗണ്ടർ കൊടുക്കാം, രഞ്ജിത്തിനും കൗണ്ടർ കൊടുക്കാം. പക്ഷേ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ പെടും. അതാണ് സംഭവം. ഓക്കെ, അത് ആ വാർത്ത ഒന്ന് വായിക്കാവോ പ്രിയങ്ക? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്ക നേതൃത്വം കാപട്യം കാണിച്ചുവെന്ന് ആരോപിച്ച് സംവിധായകൻ ആഷിഖ് അബു അംഗത്വം രാജിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഭയങ്കരമായ നിലപാടുകൾ ഒരുപാട് ചാനലുകളിൽ സജീവമായിട്ട് ആഷിഖ് അബു വന്ന് അഭിപ്രായം പറയുന്നുണ്ട്. ആരെയും മുഖം നോക്കാതെ ആഷിഖ് അബു ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചിതമായ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തിന് പാർട്ടി കോൺക്ലേവ് നടത്താം എന്നുള്ള ആശയം വന്നപ്പോൾ കൂടി ആഷിഖ് അബു അതിനെ വിമർശിച്ചിരുന്നു. അപ്പോൾ പാർട്ടിയെയും ഇത്തരം നിലപാടുകൾ എടുക്കുന്നതിൽ ആഷിഖ് അബു വിമർശിക്കുന്നുണ്ട്. അതോട് കൂട്ടി വായിക്കാവുന്നതാണ് ആഷിഖ് അബുവിന്റെ ഇപ്പോഴത്തെ ഈ രാജിവെപ്പ്. പക്ഷെ മറ്റൊരു വിമർശനം ആഷിഖ് അബുവിനെതിരെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അംഗത്വം പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്ത ആഷിഖ് അബു ആണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നങ്ങൾ കാരണം രാജിവെക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തിന് അംഗത്വം പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. കറക്റ്റ് സാഹചര്യം വിനിയോഗിച്ചതല്ലേ എന്നും ചില വിമർശനങ്ങൾ പറയുന്നുണ്ട്. അംഗത്വം പുതുക്കാൻ വേണ്ടി എപ്പോഴാണ് ഇത് കൊടുത്തത്? അങ്ങനെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. അങ്ങനെ അവരുടെ FFKയിൽ തന്നെ ഉള്ള ഒരു അധികൃതർ അത് പറഞ്ഞായിരുന്നു. അതായത് സിനിമയിലെ സാങ്കേതിക വിദ്യയുടെ കൂട്ടായ്മ FFKയിൽ നിന്ന് സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചു. ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് രാജി. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള B ഉണ്ണികൃഷ്ണനെതിരെ ശക്തമായ വിമർശനം നടത്തിയിട്ടാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇതേ ആഷിഖ് അബു തന്നെ അംഗത്വം പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു എന്നുള്ളൊരു വാർത്ത ഇന്നലെ പറഞ്ഞിരുന്നു. അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഫെഫ്ക ഭാരവാഹികളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നൊരു വൃന്ദങ്ങളിൽ നിന്നാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. എന്തായാലും ഈ സമയത്ത് ഫെഫ്ക കൂടി തകരുകയാണോ എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അമ്മ ഓൾറെഡി AMMA അമ്മ എന്ന് പറയുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ട്. AMMA ഇപ്പൊ തന്നെ പണി പാളിയ മട്ടാണ് അല്ലേ? ഇന്ന് മോഹൻലാലിന്റെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത് ഒരാഴ്ചയായിട്ട് കേൾക്കുന്നതാണ്. പക്ഷെ ഇന്നെങ്കിലും സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ ജനങ്ങൾക്ക് അറിയണമെന്നുണ്ട്. കാരണം AMMA എന്ന ആ ഒരു സംഘടനയുടെ പ്രസിഡന്റായി രാജിവെച്ചെങ്കിലും നിങ്ങളുടെ ചുമതലകൾ പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റുന്നതല്ലല്ലോ. ഇപ്പോഴും ഒരു എന്താ പറയാ, ആ സംഘടന ഒരു പരുവത്തിലാകുന്നത് വരെ നിങ്ങൾ താൽക്കാലികമായി നിൽക്കുന്നുണ്ടല്ലോ ഈ സംഘടന രാജിവെച്ച എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് രാജിവെച്ചു, എന്താണ് അതിന് കാരണം, എന്തുകൊണ്ടാണ് എന്നുള്ളതെങ്കിലും ജനങ്ങൾക്ക് മധ്യയിൽ വന്ന് പറഞ്ഞാൽ അല്ലെ അതൊരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ വെറും എന്താ
ഒളിച്ചോടിയ പോലത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ജയസൂര്യയുടെ പേരിൽ ഒരു കേസ് കൂടി, അത് പറഞ്ഞല്ലോ അല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. രഞ്ജിത്തിന്റെ പേരിൽ പ്രകൃതി വിരുദ്ധ പീഡന കേസ്, നഗ്നചിത്രം അയച്ചതിന് IT ആക്ട് പ്രകാരവും കേസ്, സംവിധായകൻ രഞ്ജിത്തിന്റെ പേരിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പീഡിപ്പിച്ചെന്നാരോപിച്ച യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ AIG ഐശ്വര്യ ഡോഗ്രക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നഗ്നചിത്രം ഇലക്ട്രോണിക് മാധ്യമം വഴി അയച്ചതിനും FIR രജിസ്റ്റർ ചെയ്തു. നോട്ട് ദ പോയിന്റ്. ഇപ്പൊ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, മൊബൈല്, ലാപ്ടോപ്പ്, ഇതുവഴി നമ്മൾ ഒരാളുടെ നഗ്നചിത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ദുരുദ്ദേശപ്രകാരം അയച്ചു കഴിഞ്ഞാൽ അതുപോലും ക്രൈമാണ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോ സമ്മതം കൂടാതെ, കൺസെന്റ് കൂടാതെ നമ്മൾ ചെയ്യുന്ന ഓരോ അതിക്രമവും, അവർക്ക് താല്പര്യമില്ലാത്ത ഓരോ അതിക്രമവും ക്രൈം തന്നെയാണ്. അതിപ്പോ IT പരമായിട്ടാണെങ്കിലും, അതായത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള രീതിയിലാണെങ്കിലും അതല്ലാതെയും. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിലൂടെ കൂടുതൽ കാര്യങ്ങളും കൂടിയാണ് ഒരു അവയർനെസ് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് കേസുകൾ, ചുമ്മാ ഇപ്പൊ സെൻഡ് ചെയ്യുന്നില്ലുള്ളൂ, ഈ ഫോട്ടോ അങ്ങോട്ട് അയച്ചല്ലുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതൊക്കെ ക്രൈം തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ 10ാമത്തെ പേജിൽ കുറച്ചും കൂടി വിശദമായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് മാതൃഭൂമി പറയുന്നത്. ആ 10ാമത്തെ പേജിലൂടെ ഒന്ന് ഓടിപ്പോയിട്ട് വരാം. മാതൃഭൂമി എവിടെ? 9ാമത്തെ പേജ്. 10ാമത്തെ പേജ് എവിടെ? 10ാമത്തെ പേജ് 10ാമത്തെ പേജ് ഇതിലില്ലേ? എവിടെ വിശദമായിട്ട്? എവിടെ വെറുതെ ക്യാഷ്? ഒരു വിശദമായ വാർത്തയുണ്ട്. മുകേഷ് രാജിവെക്കണം, ഞങ്ങൾ വായിച്ചായിരുന്നത്. RYJD. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നൽകണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ. നോട്ട് ദ പോയിന്റ്. അതൊരു വളരെ സുപ്രധാനമായ വാർത്തയാണ്. ദേശീയ വനിതാ കമ്മീഷനാണ് അത് പറഞ്ഞിരിക്കുന്നത്. പ്രിയങ്ക ഒന്ന് വായിച്ചത്. മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ലഭിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ആവശ്യം ഉന്നയിച്ചുള്ള കത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ചതായി കമ്മീഷൻ അംഗം ദലീന കോങ്ഡു മാധ്യമങ്ങളോട് പറഞ്ഞു. ഓക്കെ, ദേശീയ തലത്തിൽ ഇതൊരു ചർച്ചയായിരിക്കുകയാണ്, അല്ലെ? വനിതാ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതേസമയം ഹേമ കമ്മിറ്റി പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി. പൂർണ്ണ റിപ്പോർട്ട്, ആ മറ്റേ മറച്ച ഭാഗങ്ങളൊക്കെ ഉള്ള അതൊക്കെ മാറ്റി പകർപ്പുകൾ അടക്കം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറി. സാംസ്കാരിക വകുപ്പ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ലഭിക്കുന്ന റിപ്പോർട്ടിൽ പൂർണ്ണ വിവരങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2 ഹർജികൾ കൂടി ഹൈക്കോടതി മുമ്പാകെ ഉണ്ട്. സെപ്റ്റംബർ 10 ഹർജികൾ വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം തന്നെയാണോ സർക്കാരിന് കൈമാറിയതെന്ന് സെപ്റ്റംബർ 10 ശേഷം പരിശോധിക്കുമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവെടുപ്പ് നടത്താനായിട്ട് പോലീസ് ശ്രമിക്കുന്ന വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. ദേശാഭിമാനി ആദ്യത്തെ പേജുകളിൽ നിന്ന് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മാറ്റി നിർത്തുന്നുണ്ട്. ഓക്കെ, അടുത്ത പ്രമുഖ വാർത്തകൾക്ക് സ്പേസ് കൊടുക്കാനായിരിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ പാർട്ടി നിലപാട് വിമർശിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മുകേഷിൻ്റെത് അടക്കമുള്ള വാർത്തകൾ വലിയ രീതിക്ക് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും പറയേണ്ടതാണ്. അതെ, ചർച്ച ചെയ്യേണ്ട, അത് സ്വാഭാവികമാണെന്ന് ആൾക്കാർക്ക് അറിയാം. ചർച്ച ചെയ്യാൻ മാത്രമൊന്നുമില്ല. വേതനത്തിലും മാനദണ്ഡം വേണം എന്ന് കനി കുസൃതി പറഞ്ഞിരിക്കുകയാണ്. ലൈംഗികാതിക്രമം മാത്രമല്ല, വേതനം അടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനിക്കണമെന്ന് നടി കനി കുസൃതി. വേതനം ഉദ്ദേശിച്ചത് സാലറി, ഇവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ. സിനിമയിൽ ചിലയിടത്ത് മാത്രമാണ് മണിക്കൂറിന് ശമ്പളം ലഭിക്കുന്നത്. വിനോദമായതിനാൽ മാർക്കറ്റ് നിലവാരത്തിനൊത്താണ് പണം, സമ്മതിച്ചു. അതിനൊരു മാർജിൻ വേണം. പൈസ വന്നു പോകുമ്പോഴാണ് ബിസിനസ് നിലനിൽക്കുന്നത്. വിപണി മൂല്യത്തിന് കൃത്യമായ മാനദണ്ഡവും കരാറും ഉണ്ടാവണം. അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് ബാധകമാക്കണം. ഇതിന് നയം വേണമെന്ന് കനി കുസൃതി പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ വേതനത്തിന്റെ കാര്യത്തിലും ഒരു നിലപാട് വേണമെന്നാണ്. അല്ല, പൊതുവായിട്ട് എല്ലാവരുടെയും വേദന. പക്ഷേ എന്താണെന്നറിയോ, അവരുടെ വേതനത്തിലാണ് കൂടുതലൊരു പക്ഷാഭേദം കാണിക്കുന്നത്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. തീർച്ചയായിട്ടും കൊടുക്കണം, അതിൽ കുറയ്ക്കരുത് ഉള്ളതാ. ഹേമ കമ്മിറ്റി കരുത്ത് നൽകി എന്ന് സജിത മഠത്തിലും പറയുന്നുണ്ട്. പിന്നെ ഓക്കെ, മുകേഷ് അഭിഭാഷകന് തെളിവുകൾ കൈമാറി എന്ന വാർത്തയാണ്
ദേശാഭിമാനി നൽകുന്നത്. അത് മുകേഷിന്റെ ഒരു അനുഭാവമുള്ള വാർത്ത പോലെയാണ് തോന്നുന്നത്. അഭിഭാഷകൻ കൈമാറി എന്നുള്ള വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. കൈമാറാൻ പോയപ്പോഴാണ് MLA ബോർഡ് എടുത്ത് മാറ്റിയത്. ഓ അങ്ങനെ, അത് വലിയൊരു ഒരു ബുദ്ധിയാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് സഞ്ചരിച്ചാലോ? സഞ്ചരിക്കാം. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ജോസിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തോന്നിയത്, നമ്മൾ ഇതിലൊരു സന്തോഷ വാർത്ത, ഇന്ത്യക്ക് അഭിമാനമാകാൻ പാരാലിമ്പിക്സിൽ തിളക്കം. ഓ, സ്വർണം കിട്ടി. നമുക്ക് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയില്ലായിരുന്നു, അതിന്റെ ഒരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് സ്വർണം കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. സത്യം പറഞ്ഞാൽ എല്ലാ പത്രങ്ങളുടെയും ആദ്യത്തെ പേജിൽ തന്നെ അത് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? കമ്മിറ്റിയിലൊന്നും അയ്യോ, മുങ്ങിപ്പോകരുത്, ആ വാർത്ത മുങ്ങിപ്പോകരുത്. പക്ഷെ നമ്മൾ രണ്ടാമത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ആ സ്വർണ്ണ തിളക്കത്തെ തന്നെ നമ്മൾ അറിയിക്കുന്നത്, പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4-ലെത്തി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിനെ SH1 ഇനത്തിൽ അവനി ലെക്രെ സ്വർണം നിലനിർത്തി ചരിത്രം കുറിച്ചു. അപ്പം അവനിയാണ് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി സ്വർണം നേടിത്തന്നത്. വലിയൊരു കാര്യമാണ്, അഭിമാനകരം. നമുക്ക് പാരീസ് ഒളിമ്പിക്സിലാണെങ്കിലും നമുക്ക് ഷൂട്ടിങ്ങിൽ നമുക്ക് സ്വർണം കിട്ടിയില്ലെങ്കിലും വെള്ളി കിട്ടിയിരുന്നു. പക്ഷെ നമുക്കിപ്പോ അടുത്ത് നമ്മുടെ സ്വർണ്ണമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പം തോക്കുകൊണ്ടുള്ള വെടിവെപ്പിൽ നമ്മുടെ ഇന്ത്യ ഭയങ്കര മുന്നോട്ട് പോകുന്നുണ്ടല്ലേ? അതെ അതെ, വെടിവെപ്പിൽ ഇന്ത്യ വളരെ മുന്നോട്ട്, തീർച്ചയായും നല്ലൊരു കഴിവുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരെല്ലാവരും ഇനിയും മുന്നോട്ട് തന്നെ വരട്ടെ. അതെ അതെ, യുവാക്കൾ പ്രത്യേകിച്ച്, യുവാക്കളും എല്ലാവരും. കാരണം ഇവര് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അത് നമുക്ക് മോട്ടിവേഷനാണ്. നമുക്ക് ഉള്ളിലൊരു തങ്ങും. അത് വലിയ കാര്യമാണ്. എന്താണെങ്കിലും അനുമോദനങ്ങൾ. തീർച്ചയായിട്ടും. ബാക്ക് ടു ഒന്നും കൂടി ഹേമ കമ്മിറ്റിയിലോട്ട് വന്നാൽ കുറച്ച് ആളുകളുടെ കൂടി പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ലാല്, അതായത് മോഹൻലാൽ അല്ല, മറ്റൊരു ലാൽ, താടിലാൽ, അത് ജംഗിൾ റമി. അപ്പോ അമ്മ കൊള്ളസംഘമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. താരസംഘടനയായ അമ്മയിലുള്ളവർ ആളുകളെ പൂട്ടാൻ ഗൂഢാലോചന നടത്തുന്ന കൊള്ളസംഘമല്ലെന്ന് നടനും സംവിധായകനുമായ ലാൽ. കുറ്റം ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം, എന്നാൽ ശത്രുതയുടെ പേരിൽ ആരും ശിക്ഷിക്കപ്പെടരുതെന്ന് ലാൽ പറഞ്ഞു. രാജിവെക്കുന്നതിലോ മാറി നിൽക്കുന്നതിലോ അല്ല കാര്യം. അമ്മയുടെ നേതൃത്വത്തിലേക്ക് ആര് വന്നാലും സംഘടന മുന്നോട്ട് പോകുമെന്ന് ലാൽ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം, ഫ്രഷ് ഡയലോഗ്. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അമ്മ ഒരു കൊള്ളസംഘമല്ല എന്നാണ് പറയുന്നത്. തെറ്റുകൾ എല്ലായിടത്തും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു കൊള്ളസംഘത്തിന്റെ പ്രതിനിധി ആക്കി എടുത്തോ എന്നൊരു ചോദ്യമാണോ ലാൽ സാർ ചോദിച്ചത്? തെറ്റ് ചെയ്യാത്തവരായി അല്ലെ? അതായത് ഇപ്പൊ മാഫിയ സംഘം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇതെന്താ വലിയ കൊള്ളസംഘമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ടായിരിക്കാം സാർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. അതെ. അപ്പോ ഇടവേള ബാബുവിന്റെ സുധീഷിന്റെയും പേരിലും കേസുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിമർശനം, അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ, അത് വിമർശനമാണ്. അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ ഭയങ്കര ശ്രദ്ധേയമായിരുന്നു ഇന്നലെ. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി. കുറ്റാരോപിതരെ സംരക്ഷിക്കാൻ CPM-ലും പവർ ഗ്രൂപ്പ്. CPM-ലും പവർ ഗ്രൂപ്പ് എന്നാണ്. നമുക്കിവിടെ ഒരു പവർ ഗ്രൂപ്പ് തുടങ്ങിയാലോ? ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പവർ ഗ്രൂപ്പ് വേണം. പവർ ഗ്രൂപ്പ്. അതെ, കുറ്റാരോപിതരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ CPM-ൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിന്നെ ശശി തരൂർ വളരെ മാന്യമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മുകേഷിന് നിരപരാധിത്വം തെളിയിക്കാൻ അവകാശമുണ്ടെന്ന്. ശശി മാത്രമല്ല, കുറ്റാരോപിതരായ എല്ലാവർക്കും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവകാശമുണ്ട്. അത് തെളിയിക്കുമ്പോൾ സമൂഹം നിങ്ങളെ അംഗീകരിക്കും. ഇപ്പൊ പറയുന്നതിനെല്ലാം തിരിച്ച് മറുപടി നിങ്ങൾക്ക് പറയാം. അതെ. പിന്നെ സിനിമാ മേഖലയിലെ നടീനടന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. സംവിധായകരുടെയും പ്രമുഖർ എന്നുള്ള രീതിയിൽ നമ്മൾ ടാബു ചെയ്യുന്ന പൊസിഷൻസിലുള്ള ആളുകളുടെ മാത്രമല്ല ആരോപണങ്ങൾ. ഇപ്പതേ മേക്കപ്പ് അസിസ്റ്റന്റുമാരുടെ പേരിൽ പരാതിയുമായി ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നിരിക്കുകയാണ്. സിനിമയിലെ മേക്കപ്പ് വിഭാഗത്തിൽ അതിക്രമണം നേരിട്ടതായി തൃശൂർ സ്വദേശിയും ഹെയർ സ്റ്റൈലിസ്റ്റുമായ യുവതി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പടച്ചോനെ കാത്തോളിൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം. ശ്യാം എന്നയാൾ മോശമായി പെരുമാറിയെന്നാണ് പറയുന്നത്. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്നൊക്കെയാണ് സിനിമയുടെ പേര്. അവിടുത്തെ സെറ്റിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അപ്പൊ
എനിക്ക് ചിരി വരുന്നതെന്ന് പറയാം, നമ്മൾ ഇപ്പൊ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ടാണ് സിനിമാ മേഖലയിലുള്ള ഇത്തരം ദുരനുവസ്ഥകൾ നമ്മൾ അറിഞ്ഞത്. അതുപോലെ തന്നെ കേരളത്തിലുള്ള നടക്കുന്ന ഇപ്പോ ഈ രാഷ്ട്രീയ ഇപ്പൊ പൊളിറ്റിക്സിൽ നടക്കുന്ന നടക്കുന്നവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അല്ലെ, IT മേഖലയിൽ നടക്കുന്ന, മൾട്ടിനാഷണൽ കമ്പനി നടക്കുന്ന എല്ലാത്തിനും റിപ്പോർട്ട് തപ്പി നോക്കും. ഒരുപാട് ആളുകൾ പൊങ്ങി വരുന്നതാണ്. ഇപ്പൊ നല്ല വാക്കുകൾ പറയുന്ന ഇഷ്ടംപോലെ ആളുകൾ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലായിടത്തും നടക്കുന്നതാണ്. അതിനൊരു പരിധി, അതിനൊരു പരിഹാരമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ MM മണിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, തോന്നിയാസം ചെയ്യുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല. ഇതാരുദ്ദേശം? സ്ഥാനമില്ലെങ്കിൽ സ്ഥാനമില്ല കൊടുക്കണം കേട്ടോ. അതെ, സ്ഥാനമില്ലെങ്കിൽ ആ സ്ഥാനം മാറ്റാൻ CPM തയ്യാറാവണം. CPM. പിന്നെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സുപർണ ആനന്ദ് പറയാണ്. സുപർണ ആനന്ദ് ആരാണെന്ന് അറിയോ? ആരാണ് സുപർണ ആനന്ദ്? പറയൂ, ആരാണ്? ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ഗന്ധർവനിലെ നായിക വൈശാലി. ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ വൈശാലിയിലെയും ഞാൻ ഗന്ധർവനിലെയും നായികയാണ് സുപർണ ആനന്ദ്. ഞാൻ മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി സുപർണ ആനന്ദ്. വൈശാലി, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ സുപർണ സമ്മർദ്ദങ്ങൾക്ക് നിന്നു കൊടുക്കാൻ സാധിക്കാത്തതിനാലാണ് സിനിമാ മേഖല ഉപേക്ഷിച്ചതെന്നും പറയുന്നു. അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു നടിയായിരുന്നു. ആ വൈശാലിയൊക്കെ ഇറങ്ങിയ സമയത്ത് മലയാളത്തിൽ ഒന്ന് കത്തി നിൽക്കുന്ന ആളായിരുന്നു. പെട്ടെന്ന് തന്നെ പടി ഇറങ്ങി പോയി എന്ന് തോന്നിയപ്പോ എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചായിരുന്നു. പിന്നെ അവർക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളിൽ വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല. അതുപോലെ നടൻ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം തന്നെയാണ് സുപർണ ആനന്ദ് പറയുന്നത്. അവരൊരു നോർത്ത് ഇന്ത്യക്കാരിയാണ്. ഹസ്ബൻഡ് അവര് ഡൈവോഴ്സ് ആയിരുന്നു. അല്ല, അത് കുഴപ്പമില്ല, ആയിരുന്നു ഹസ്ബൻഡ്. അങ്ങനെ പിന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിലേക്ക് പോവാം. അത് സീസൺ, അത് മൺസൂൺ സീസണും ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും മഴ വന്നു, മുല്ലപ്പെരിയാർ നിൽക്കുന്നു. മുല്ലപ്പെരിയാറിൽ നിലപാട് കടുപ്പിച്ച് കേരളം. എന്തായിരുന്നു പ്രിയങ്ക വാർത്ത ഒന്ന് വായിക്കൂ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് നിലപാട് കടുപ്പിച്ച് കേരളം. സെപ്റ്റംബർ 2 ഡൽഹിയിൽ ചേരുന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി നിർണായക യോഗത്തിൽ ഇക്കാര്യം കേരളം ശക്തമായി ഉന്നയിക്കണമല്ലോ. വെരി ഗുഡ്. അതെ, തീർച്ചയായും. അപ്പൊ കേരളത്തിന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ ഉള്ളതുപോലെ അവിടെയും ഇവിടെയും തൊട്ട നിലപാട് പോലെയല്ല, ശക്തമായ നിലപാടാണ് കേരളം മുല്ലപ്പെരിയാർ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ പ്രശ്നമുണ്ടാക്കും. കുറെ എടുത്തു, കുറെ കണ്ടു എന്നൊക്കെ അല്ലെ, കുറെ കണ്ടതാ. എടുക്കും പറയുന്നുണ്ട്, പക്ഷെ എടുത്ത് കാണുന്നില്ല. അതെ. പിന്നെ വയനാട് ഉരുൾപൊട്ടൽ നമ്മളെല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ച ഒരു കഴിഞ്ഞ ഈ മാസം തന്നെയല്ലേ സംഭവിച്ചത്? ഒരു മാസമായി. ഇന്നത്തേക്ക് ഒരു മാസമായി അല്ലെ? അപ്പോ ഇന്നത്തേക്ക് ഒരു മാസമായി അല്ലേ? അപ്പോൾ വയനാട് ഉരുൾപൊട്ടലിൽ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. ആ ക്യാമ്പുകളിലുള്ളവരെ ഉടൻ തന്നെ വീടുകളിലേക്ക് മാറ്റണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, ക്യാമ്പിലുള്ളവരെ ഉടൻ വീടുകളിലേക്ക് മാറ്റണം. ഒരാഴ്ചക്കുള്ളിൽ മാറ്റാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ചികിത്സാ ചെലവ് ആശുപത്രിയിൽ സർക്കാർ നേരിട്ട് നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഒരാഴ്ചക്കുള്ളിൽ വീടുകളിലേക്ക് മാറ്റണമെന്ന് ഹൈക്കോടതി. ദുരന്തം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടെന്നും കോടതി പറഞ്ഞു. ആശുപത്രി ബില്ലുകൾ സർക്കാർ നേരിട്ട് അടയ്ക്കണമെന്നും നിർദ്ദേശിച്ചു. ടൗൺഷിപ്പ് അടക്കമുള്ള നിർമ്മാണങ്ങൾ തുടങ്ങും മുമ്പ് കോടതിയെ അറിയിക്കണം. സഹായധനമായി അനുവദിക്കുന്ന തുകയിൽ നിന്ന് ബാങ്കുകൾ വായ്പകളുടെ EMI അടക്കം പിടിക്കുന്നുണ്ടെങ്കിൽ അറിയിക്കണമെന്നും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് VK ശ്യാംകുമാറും അടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. സഹായധനത്തുകയിൽ നിന്ന് വായ്പാ കുടിശ്ശികയടക്കം ഈടാക്കാതിരിക്കാൻ ബാങ്കുകൾക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. ഇത് ലംഘിച്ചതായി അറിയിച്ചാൽ ബാക്കി നടപടി കോടതി സ്വീകരിച്ചോളാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ദുരന്തത്തെ തുടർന്ന് സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിച്ചത്. അതിലാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ കോടതി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാമ്പിലുള്ളവരെ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് മാറ്റാൻ സാധിക്കട്ടെ. ഉറപ്പായിട്ടും പറയണത് EMI പിടിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും കാടത്തമാണത് അല്ലേ? എന്ത് ടെക്നിക്കൽ റീസൺ പറഞ്ഞാലും. പിന്നെ അർജുൻ, നമ്മുടെ തിരച്ചില് ഇപ്പോഴും കണ്ടുകിട്ടാത്ത അർജുന്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി. തിരുവനന്തപുരം ഷിരൂരിൽ അപകടത്തിൽ കാണാതായ അർജുന്റെ ഭാര്യ K കൃഷ്ണപ്രിയയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി നൽകി സർക്കാർ ഉത്തരവിറക്കി.
കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലാണ് നിയമനം. സാമൂഹ്യ പ്രതിബദ്ധത സഹകരണ തത്വത്തിൽ അധിഷ്ഠിതമായ സംഘം ഭരണസമിതിയുടെ തീരുമാനം നടപ്പാക്കാൻ നിയമത്തിൽ ഇളവ് നൽകിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊരു പക്ഷെ എന്നാൽ പോലും ഒരു വലിയൊരു ദുഃഖമായിട്ട് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതാണ് അർജുൻ. നമുക്ക് തിരിച്ചു വരും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. പ്രതീക്ഷിക്കാം, തീർച്ചയായും പ്രതീക്ഷിക്കാം. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇന്നലെ ഒരു ഭയങ്കര കൗതുകമുണർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഭർത്താവിന്റെ പദവിയിലേക്ക് എത്തുന്ന ഭാര്യ. അതിന്റെ കൂടുതൽ വാർത്തകൾ മാതൃഭൂമി ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ സംസ്ഥാന സർക്കാർ നൽകിയ യാത്രയപ്പ് ചടങ്ങിന് ശേഷം പുറത്തേക്ക് വരുന്ന മുൻ ചീഫ് സെക്രട്ടറി വേണു, നിയുക്ത ചീഫ് സെക്രട്ടറിയും വേണുവിന്റെ ഭാര്യയുമായ ശാരദ മുരളീധരനൊപ്പമുള്ള ഒരു മനോഹരമായ ചിത്രം. മക്കളായിട്ടുള്ള കല്യാണി, ശബരി എന്നിവര് അച്ഛനും അമ്മയ്ക്കൊപ്പം എടുക്കുന്ന ഒരു മനോഹരമായ ഒരു സെൽഫി കൊടുത്തിട്ടുണ്ട്. വളരെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് അച്ഛനിരുന്ന കസേരയിലേക്കാണ് അമ്മ വരുന്നത് എന്നുള്ളൊരു കൗതുകകരമായ ഒരു ചരിത്ര നിമിഷമാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു സന്തുഷ്ട കുടുംബത്തിന് അല്ലെ എല്ലാവിധ സന്തോഷങ്ങളും ഇനിയും ഉണ്ടാവട്ടെ. പിന്നെ ഈ വാഹന ചാർജിംഗ് സ്റ്റേഷൻ നിരക്ക് കുറയാൻ വഴി തുറന്നു. നിരക്കിന് നിയന്ത്രണവുമായി കേന്ദ്രം. പ്രിയങ്ക ഒന്ന് ആ വാർത്ത വായിച്ചേ. അതെ, ആ വാർത്ത ഒന്ന് വായിക്കൂ. ഈ വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിലെ തോന്നുംപടി നിരക്കിന് തടയിടാൻ കേന്ദ്ര സർക്കാർ തോന്നുംപടി നിരക്കു സർവീസ് ചാർജും ഏകീകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കി. രാവിലെ 9 മുതൽ 4 വരെ കുറഞ്ഞ നിരക്കും സർവീസ് ചാർജുമാണ് നിർദ്ദേശിക്കുന്നത്. രാത്രിയിലും ഇപ്പോൾ ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിരക്കിനും സർവീസ് ചാർജിനും പരിധിയില്ല. രാത്രിയും പകലും തുകയിൽ വ്യത്യാസമുണ്ടാവില്ല. ഓ അങ്ങനെ നിരക്ക് കുറയട്ടെ. അതെ, കുറയട്ടെ, നിരക്ക് കുറയട്ടെ. അല്ല, രാത്രിയിലെ നിരക്ക് 30% കൂട്ടാമെന്നും പറയുന്നുണ്ട്. ഈ വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിൽ വൈകുന്നേരം 4 ശേഷം രാവിലെ 9 വരെ 30% വരെ അധിക നിരക്ക് ഈടാക്കാമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ട്. അതിന്റെ കാലഘട്ടമാണല്ലോ വരുന്നത്. ചാർജിംഗ് സ്റ്റേഷനുകൾ ഇനി പെട്രോൾ പമ്പുകൾ പോലെ ഉണ്ടാവും അല്ലേ? ഉണ്ട്, ഇപ്പോഴും ഉണ്ടല്ലേ? പിന്നെ എറണാകുളത്തൊക്കെ എന്തോരം തീർച്ചയായിട്ടും ഈ ചാർജിംഗ് എന്നുള്ള ഒരു സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, 50 വർഷത്തിന് ശേഷം പെട്രോൾ ഓടിച്ച ബൈക്ക് ഞങ്ങൾ ഓടിച്ചിരുന്നു എന്ന് പറയുന്നത് പോലും അന്നത്തെ ജനറേഷൻ ഒരു കൗതുകമായിരിക്കാം എന്ന്. അതെ അതെ, എന്താ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഒരു അല്ലേ ഭയങ്കരമായ ഒരു മുന്നേറ്റം തന്നെ. കടന്നു കയറ്റം എന്ന് പറയാൻ പറ്റില്ല, ഒരു കാലത്തിന്റെ അനിവാര്യതയാണ്. കാരണം പെട്രോളിന് എന്താ വില അല്ലേ? മറ്റൊരു സിനിമ മറ്റൊരു വാർത്തയാണ്. ഓണം എത്താറായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമയും വലിയ പ്രശ്നങ്ങളിലായിരിക്കുന്നത്. പക്ഷെ ഓണത്തിന് തന്നെ ഒരുപാട് സിനിമകൾ. അതെ അതെ, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും ഓണത്തിന് സിനിമകൾ തിയേറ്ററുകളിലുണ്ട് കേട്ടോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും സിനിമകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ആ മേഖലയെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്തവരുടെ സിനിമ ഓണത്തിനൊക്കെ റിലീസ് ചെയ്യുവാണ്. അപ്പം എല്ലാവരും അതും അറിഞ്ഞ് കഷ്ടപ്പെടുന്നവരും ഉണ്ട്. അവരുടെ ആ കഷ്ടപ്പാടിന് നമ്മളെ റെസ്പെക്ട് കൊടുക്കുന്നത്. ഇഷ്ടംപോലെ സിനിമയാണിത്. ഒരു പത്രത്തിൽ നിറച്ചുണ്ട്. പാലും നമ്മുടെ മീര ജാസ്മിന്റെ ഒക്കെ ഒരു വമ്പൻ കോമഡി മൂവിയൊക്കെ ഇറങ്ങുന്നുണ്ട്. പാലും പഴവും, പിന്നെ ആസിഫ് അലിയുടെ കിഷ്കിണ്ട കാണ്ഡം, പെപ്പയുടെ കൊണ്ടൽ, അങ്ങനെ നിരവധി സിനിമകളാണ് ഓണത്തിന് റിലീസ് ആവുന്നത്. ഇതൊരിക്കലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തിപരമായി ഒരു വ്യക്തികളെ പരാമർശിക്കുന്നത് ഓർത്തിട്ട് ഒരു ഗ്രൂപ്പ് വർക്കിനെ ഒരിക്കലും നമ്മൾ തടസ്സപ്പെടുത്തരുത്. അവരുടെ ആ കഷ്ടപ്പാടിനെ ഒരിക്കലും വിലമതിക്കാതിരിക്കരുത്. നമ്മൾ ഓണത്തിന് അതെ അതെ, ഇന്നലെ പ്രിയങ്ക ഓണചിത്രങ്ങളെ കുറിച്ച് ഒരു ഫീച്ചർ ചെയ്തായിരുന്നല്ലേ? ഏതൊക്കെ സിനിമകളാണ് പ്രധാനമായിട്ടും വരുന്നത്? സെപ്റ്റംബർ 5 ഗോട്ട്, നമ്മുടെ വിജയുടെ ഗോട്ട് വരുന്നുണ്ട്. കാണുകയല്ല, കാരണം മലയാള സിനിമ ഞങ്ങൾ വിട്ടു, ഇനി അണ്ണം വരട്ടെ എന്നുള്ള രീതിയിലാണ് കുറെ പേര് ഇരിക്കുന്നത്. അങ്ങനെ കാണരുത്. അതെ, ചില പേരുകൾ പരാമർശിക്കപ്പെട്ടു എന്നുകൊണ്ട് എല്ലാ പേരുകളും അങ്ങനെ ആവണമെന്നില്ല. ഈ ചില പേരുകൾ പരാമർശിക്കപ്പെട്ടത് തന്നെ ആ പറയുന്ന ചില കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. പേര് അറിഞ്ഞത് തന്നെ സിനിമയിലുള്ളവർ പറഞ്ഞതുകൊണ്ടാണ്.
പുറത്തുനിന്ന് ആരും പറഞ്ഞിട്ടല്ല, പുറത്തുനിന്ന് വന്നിട്ട് നല്ലവരും ചീത്തവരും ഉണ്ട്. അതെ. അപ്പൊ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ ശ്രമങ്ങളും. മാത്രമല്ല നമ്മുടെ പൊതുവെ ഉള്ള ഒരു ധാരണ അനുസരിച്ച് ഈ ഒരാളുടെ പേരിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കരുത്, അവഹേളിക്കരുത്, അവരുടെ കഷ്ടപ്പാടിനെ വില. അതുപോലെ തന്നെ ജോസൻ, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രമുഖ താരത്തിന്റെയോ മാത്രം കഷ്ടപ്പാടല്ല, ഒരു പ്രമുഖ നടിയുടെയോ മാത്രം കഷ്ടപ്പാടല്ല. അവരെക്കാൾ വേതനം കുറഞ്ഞ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ സിനിമയുടെ പിന്നാമ്പുറത്തുണ്ട്. കുറഞ്ഞത് മാത്രമല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്കലി ആണെങ്കിലും അല്ലേ, ചിലപ്പോ ചെറിയൊരു വേഷമായിരിക്കാം, ആ വേഷം തിയേറ്ററിൽ വന്ന് സിനിമയായിരിക്കും അത് ഇങ്ങനത്തെ ഒരു പേരില് താഴ്ന്നുപെട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം ഒരുപാട് നാളായിട്ട് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ചെറിയ വേഷം ഒരു സിനിമയിൽ കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിയേറ്ററിലോട്ടേ വരികയുള്ളൂ. എന്ത് വന്നാലും ആ സിനിമയിൽ പ്രമുഖ താരത്തിന്റെ അത്രയും സ്ക്രീൻ സ്പേസ് പോലും ആ നടൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും തിയേറ്ററിൽ വന്ന് ആളുകളുടെ ഒക്കെ ഒപ്പം ആ സീൻ വരുമ്പോൾ റിയാക്ഷൻ അറിയണമെന്ന് ആ ഒരു നടന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ ആ ആഗ്രഹങ്ങളെ അടക്കമാണ് നിങ്ങൾ സിനിമയിൽ വരാതെ, സിനിമാ തിയേറ്ററിൽ വരാതിരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നത്. കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നല്ല സിനിമയെ നമ്മൾ മോശമായി പോകുന്നുണ്ടെങ്കിൽ അത് മോശമായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരിൽ എത്താതിരിക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് അവരുടെ സങ്കടം വരും. ഒരിക്കലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുപോലുള്ള നല്ല സിനിമകളെ ബാധിക്കരുത്. ഓണത്തിനാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടംപോലെ സിനിമകൾ കാണുന്ന സമയം കൂടെയാണ്. അതെ അതെ. അപ്പോ ആസിഫിക്കയുടെ കിഷ്കിന്ധാകണ്ഠം വരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവി തന്നെയാണത്. അതിനകത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാട് പോലുള്ള സെറ്റപ്പ്. കിഷ്കിന്ധാകണ്ഠം അടുത്ത മാസം അല്ലേ? ഓണത്തിന് റിലീസ്. നാളെ. ഓ, നാളെ ആയി. അടുത്ത മാസം ഒന്നും പറയാനല്ല, നാളെ എന്ന് പറയാല്ലേ. അടുത്ത മാസം സെപ്റ്റംബർ തുടങ്ങാണ്. സെപ്റ്റംബറിൽ അപ്പൊ കിഷ്കിന്ധാകണ്ഠം നല്ല അടിപൊളി പടമാണ്. എത്ര പെട്ടെന്നാണല്ലേ മാസങ്ങൾ ഇങ്ങനെ കടന്നു കടന്നു തീരാറായി. 3 മാസം. 2024 തീരാൻ പോവാണോ? പ്രായം വെച്ച് തന്നെ. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാരും ഓണത്തിന് സിനിമകൾ ഹേമ കമ്മിറ്റി മാറ്റിവെക്കുക. നല്ല സിനിമകൾ. ഓക്കെ. ഏതൊക്കെ സിനിമ? ഗോട്ട്, പിന്നെ കൊണ്ടൽ, ആന്റണി പെപ്പ, കിഷ്കിന്ധാകാന്ഡം, പിന്നെ ടോവിനോയുടെ ഒരു പടമില്ലേ, അജയന്റെ രണ്ടാം മോഷണം, അതും ഓണച്ചിത്രമല്ലേ? അതിന്റെ ട്രെയിലർ റിലീസ് ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറച്ച് മുങ്ങിപ്പോയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങളുടെ കഷ്ടപ്പാടൊക്കെ ഉള്ള സിനിമകളാണ് ഇറങ്ങുന്നത്. അതൊന്നും നമ്മൾ ഈ ഹേമ കമ്മിറ്റിയായിട്ട് കണക്ട് ചെയ്യേ ചെയ്യരുത്. സിനിമ കാണണം, സിനിമയെ കഷ്ടപ്പെട്ടവർക്കൊരു പ്രചോദനമായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തെളിയിക്കുന്നോടം വരെ നമുക്ക് കാത്തിരിക്കാം. പ്രിയങ്കയ്ക്ക് എന്തോ ഒരു വാർത്ത എന്താ പറയാ? മലർ പോലെ മലരിക്കൽ, കോട്ടയത്ത്. അതെന്താണത്? ഓഹോ, ഒന്ന് വായിക്കൂ അത്. 2018 പ്രളയം നാടൊഴിഞ്ഞപ്പോൾ കോട്ടയം മലരിക്കൽ ഭൂമിക്ക് സ്വന്തമാക്കിയതാണ് ആമ്പൽ വസന്തമാണ്. ഇതിവിടെ കുട്ടി വീണ്ടും ആമ്പൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. ഇനി കുറെ പേര് ഫോട്ടോ എന്റെ ദൈവം നശിപ്പിച്ചിട്ടേ പോകുള്ളത്, നശിപ്പിച്ചിട്ടേ പോകുള്ളത്. പറഞ്ഞിടത്തില്ല, നിങ്ങളോട് നശിപ്പിക്കും, പറിക്കും. അതെ അതെ. അപ്പം ഒട്ടുമിക്ക കണ്ടങ്ങളിൽ ഇപ്പൊ വെള്ളം കയറിയിട്ട് ആമ്പൽപ്പൂക്ക് വിരിഞ്ഞിപ്പുണ്ട്. നിങ്ങൾ അടുത്തുള്ള വീട്ടിൽ അടുത്തത് പോയി നോക്കിയാൽ മതി. നമ്മളിങ്ങനെ പത്രത്തിൽ മാത്രം നോക്കണ്ട, നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ കാണാൻ പറ്റും. 65 വയസ്സുള്ള ഒരാള് പറഞ്ഞിരിക്കുകയാണ്, എനിക്കിപ്പോൾ 65 വയസ്സായി, ആദ്യമാണ് മലരിക്കലിൽ ഇതുപോലെ പിങ്ക് ആമ്പൽപ്പൂക്കൾ, നോട്ട് ദ പോയിന്റ്, പിങ്ക് ആമ്പൽപ്പൂക്കൾ കണ്ടു തുടങ്ങിയത്. പണ്ടും ആമ്പൽ ഉണ്ടായിരുന്നു, ഇത്ര കടുത്ത നിറവും വലിപ്പവും ഉണ്ടായിരുന്നില്ല. മലരിക്കൽ അടിവാക്കൽ തെക്കേച്ചിറ AK ഗോപി ആമ്പൽ വസന്തത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. അപ്പൊ അദ്ദേഹത്തിന്റെ 65 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ പിങ്ക് ആമ്പൽ പൂക്കൾ വിരിയുന്നത് അല്ലെ? പോയി കാണാല്ലേ? ഞങ്ങളിങ്ങനെ കാണാൻ വരുമ്പോ അത് അവിടെ കാണാൻ വേണ്ടി 2-3 വെക്കണം. പറിച്ചിട്ട് പോകരുത്, ഒരുമാതിരി പരിപാടി. അമ്പൽപ്പൂവിന്റെ പ്രത്യേകത പിന്നെ പിറ്റേ ദിവസം വളർന്നുള്ളൂ. അതല്ല, ഇനി മറ്റേ വെഡിങ് ഫോട്ടോഗ്രാഫിയുടെ കാലമാണെന്ന്. അല്ല, അതുകൊണ്ടല്ല, ഈ ആമ്പൽപ്പൂക്കളൊക്കെ വന്ന് അവിടെ നേരെ പോയിട്ട് സേവ് ദ ഡേറ്റ് എടുക്കുക, അങ്ങനത്തെ പരിപാടികളാണല്ലോ. റീൽസ് ഓളികളെ ഇനി കാണാം അവിടെ. അല്ലല്ല, നീ റീൽസ് നിർത്തിട്ട് കുറെ ആയില്ലേ? ചെയ്യാറൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, എന്നാ നേരെ വിട്ടോളൂ ആമ്പൽപ്പൂവിന്റെ അടുത്തേക്ക്. മുങ്ങിപ്പോ നീന്താനൊക്കെ കുഴപ്പമൊന്നുമില്ല, ആഴമില്ലെന്ന് തോന്നുന്നു. അല്ല, ആഴമുണ്ടാന്ന് നോക്കണേ, തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിയൊക്കെ ഇരുത് അല്ലേ? കണ്ടത്തിലൊക്കെ ചാടി കഴിഞ്ഞാൽ ശീല, ചേറാണെങ്കിൽ കാല് വഴുതി നിൽക്കും. സുരക്ഷ മെയിൻ ആയിരിക്കണം. അതെ.
അവിടെ നല്ലൊരു സ്പോട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി, മലരിക്കലിലെ വാട്ടർ ലില്ലി പാർക്കൊക്കെ ഉണ്ട് അവിടെ. കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഓഹോ, അപ്പൊ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ അത്. മലരിക്കൽ, നോട്ട് ദ പോയിന്റ്, മലരിക്കൽ. ഓക്കെ. അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിലോ മാപ്പ് പറഞ്ഞായിരുന്നു, എന്തോ ഒരു കാര്യത്തിന്. അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യാറ്. മാതൃഭൂമിയുടെ ഫസ്റ്റത്തെ പേജ് എവിടെ എന്നെ ശ്രദ്ധിച്ചായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാപ്പ് പറച്ചിൽ. ഇവിടെ മാതൃഭൂമിയുടെ ഇതിലാണോ? അതെന്തിനോ മാപ്പ് പറഞ്ഞു പ്രധാനമന്ത്രി. പക്ഷെ ഞാനത് മിസ് ചെയ്തല്ലോ. അവിടെ മാതൃഭൂമി നമ്മളിങ്ങനെ കുഴച്ചിട്ടിരിക്കുക. ഇത് മാതൃഭൂമി അല്ലേ? ഇത് മാതൃഭൂമിയാണ്. എവിടെ അടുത്ത വാർത്തയിലേക്ക് പോകും. ഞാനത് നോക്കിയെടുത്തോളാം. ജോസ്വിൻ, അടുത്ത വാർത്തയിലേക്ക് പോകും. ജോസ്വിൻ, ശക്തമായ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത്. വളരെ ശക്തമായ മഴ. അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം. അതെ, കാലാവസ്ഥാ പ്രവചനവുമായി ജോസ്വിൻ ഇന്ന് നമ്മുടെ മീഡിയയിൽ എത്തുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് കമന്റുകൾ കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് മഴയെ പെയ്യുന്നതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ അറബിക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദം ഉണ്ടെന്ന് പത്രം ഞാനല്ല, പത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതം പാലിക്കുക. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജനങ്ങളെല്ലാം സുരക്ഷിത പാലിക്കുന്നതാണ്. സംസ്ഥാനത്ത് വളരെ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പലയിടത്തും വെള്ളക്കെട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ജാഗ്രത പാലിക്കുക. നമ്മളൊരു പ്രളയമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. പ്രളയം ഒന്നും വരാനുള്ള സാധ്യത പറഞ്ഞത്. നമ്മൾ അങ്ങനെയുള്ള ഒരു മുൻകരുതലുകൾ എപ്പോഴും, കുട്ടികളാണെങ്കിൽ പോലും ഈ മഴയത്ത് കളിക്കാൻ ഇറങ്ങുക. ഇപ്പൊ മലരിക്കലാണെങ്കിലും പറഞ്ഞു, വെള്ളം കയറുന്ന സമയത്ത് നിങ്ങളുടെ സുരക്ഷിതത്വം നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണുള്ളത്. അത് നിങ്ങൾ കൃത്യമായി പാലിക്കുക. അവധി കിട്ടിയ സമയത്താണെങ്കിലും കുളത്തിലൊക്കെ പോയി കുളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വല്ല ശക്തമായിട്ട് നോക്കേണ്ട. ആറിലൊന്നും ഇറങ്ങാതിരിക്കുക. കാരണം ചിലപ്പോ അങ്ങ് മലമണ്ടയിലായിരിക്കും മഴ പെയ്യുന്നത്. ആ വെള്ളം ഒലിച്ചു വരുന്നത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം സുരക്ഷിതത്വം എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. ഇത് തന്നെ നീ ഒരു കണ്ടന്റ് ആക്കണം. എത്ര നേരം പറഞ്ഞേ അല്ലെ? നിന്റെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ജനത്തിന് വേണം. വളരെ നല്ലൊരു പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാരനാണ്. ദൈവം, ഞാൻ കണ്ടതപ്പോ സ്വപ്നമായിരുന്നോ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞു എന്നുള്ളത്? മാതൃഭൂമി അരിച്ചു പിറക്കി. പ്രധാനമന്ത്രിയുടെ മാപ്പ് എവിടെ? കാണാനില്ല. ഈയിടെയായിട്ട് സ്വപ്നങ്ങൾ എന്നെ ഇത്തിരി ട്രാപ്പാക്കുന്നുണ്ട്. അതത്ര നല്ലതല്ല സ്വപ്നങ്ങളിൽ വീണ് പോകുന്നത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ, ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജിൽ, സാധാരണ ജന്മഭൂമി ഈ ഐറ്റം ഒന്നും എടുക്കാത്തതാണ്. എന്നാലും അജ്മൽ ബിസ്മിയിൽ 20 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. മലയാള മനോരമ അങ്ങനെ നല്ലൊരു പരസ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? യുവാക്കൾക്ക് പറ്റിയ ഒരു നല്ല പരസ്യം. ഞാനത് നോട്ട് ചെയ്തു. മനോരമ ഒരു പ്രമുഖൻ വായിക്കാൻ കൊണ്ടുപോയി. മനോരമ ഇല്ലായിരുന്നു. മനോരമ ഇല്ല. അത് പിന്നെ കാണില്ല. പരസ്യം ഞാൻ ഇപ്പോഴും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ഹണ്ടർ മേടിക്കുക. 1,50,000 രൂപയ്ക്ക് വെറും 2,000 രൂപ EMI വരുന്നുള്ളൂ. ഞാൻ ബൈക്ക് എടുക്കാൻ പോടാ. ഞാനും ബൈക്ക് എടുക്കാൻ പോകും. റോയൽ എൻഫീൽഡ് തന്നെ നിങ്ങൾ എടുക്കണം. റോയൽ എൻഫീൽഡ് എന്റെ ഫേവറേറ്റ്. നിന്റെ ഏത് കളറാ? എനിക്ക് മീറ്റിയോർ ആണ് ഇഷ്ടം. മീറ്റിയോർ ഗ്രീൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഗ്രീൻ ഇഷ്ടം. മീറ്റിയോർ നല്ലതാണ്. റോയൽ എൻഫീൽഡ് ബൈക്കുകൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ടും. എനിക്കൊരു ക്ലാസി ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഇഷ്ടം. നല്ലതാണ്. എനിക്ക് പക്ഷെ മീറ്റിയോർ ഗ്രീൻ ആണ് ഇഷ്ടം. അതെ, എനിക്ക് പച്ച കാണുമ്പോൾ അല്ല, വേറൊന്നും അല്ല, ഒരു ശുഭപ്രതീക്ഷയുടെ ചിഹ്നമാണ്. പച്ചനൊന്നും പറയാൻ പാടില്ല. സോറി. ഓക്കെ, അപ്പൊ അജ്മൽ ബിസ്മിയില് പ്രത്യേക ഓണ ഓഫറുകളുണ്ട്. ടിവിക്കൊക്കെ ഇത് വെട്ടിയിട്ടേക്ക 35,000 രൂപയ്ക്ക്. എന്നിട്ട് വെറും 11,000 രൂപ എന്നൊക്കെ. എന്ത് വെട്ടൽ ഇത് കണ്ട? വെട്ടിയിട്ട വാഴത്തണ്ട് കിടക്കണ കിടപ്പ്. അപ്പോ ബ്രാഞ്ചുകൾ പറയാം: നാഗമ്പടം, കോട്ടയം, വെങ്ങല്ലൂർ, തൊടുപുഴ, കാഞ്ഞിരപ്പള്ളി, NH 220, രാമഞ്ചിറ, തിരുവല്ല, പത്തനംതിട്ട. ബ്രാഞ്ച് മാത്രമുള്ള എല്ലായിടത്തും ഉണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കോ. ഓക്സിജൻ ദീപിക 10,000 രൂപ പരസ്യം സൈഡില്. ഇത് 50,000 രൂപ പരസ്യം. ഇവിടെ വെട്ടിയിട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് പ്രൈസ് ആണ് ഇട്ടേക്കുന്നത്. 50,000 ലാപ്ടോപ്പ് ഒക്കെ കിട്ടും. അതും വീണ്ടും ഇപ്പൊ അജ്മൽ ബിസ്മിയുടെ നമ്മൾ പറഞ്ഞു, അത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അങ്ങനത്തെ ഒരു സമ്മാനമാണ്. പിന്നെ ഓഫറുകളുണ്ട്. നമുക്ക് കേന്ദ്രത്തിന്റെ ഓണസമ്മാനം വരികയാണ്. വീണ്ടും കേന്ദ്രത്തിന്റെ ഓണസമ്മാനം. കേരളത്തിന് 287 കോടിയുടെ മത്സ്യബന്ധന പദ്ധതികൾ കേന്ദ്രം തരുന്നുണ്ട്. 3 ലക്ഷം പേർക്ക് തൊഴില്. ഓണത്തിന് കൊടുത്തിട്ട് ഇനി ക്രിസ്മസിന് തിരിച്ചെടുക്കൂ. തൊഴില്, ഓണത്തിന് തൊഴില്. ക്രിസ്മസ്. അപ്പൊ
വായിക്കൂ പ്രിയങ്ക, സ്വന്തം ലേഖനം എഴുതിയ കുറിപ്പ് വായിക്കും. കേരളത്തിന് വീണ്ടും കേന്ദ്രത്തിന്റെ വമ്പൻ ഓണസമ്മാനം. 3.5 ലക്ഷത്തിലേറെ പേർക്ക് തൊഴിൽ നൽകുന്ന മത്സ്യബന്ധന മേഖലയ്ക്കും വൻ കുതിപ്പ് പകരുന്ന 5 പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഓൺലൈൻ വഴി തറക്കല്ലിട്ടു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരമുള്ള 126 കോടിയുടെ 4 പദ്ധതികളും ഫിഷറീസ് ആൻഡ് അക്വാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വഴി 161 കോടി മുടക്കുള്ള ഫിഷിംഗ് ഹാർബർ പദ്ധതിയുമാണിവ. ഓ, വലിയൊരു സമഗ്രമായ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് ഓഫർ ചെയ്തിരിക്കുന്നത്. കാരണം മത്സ്യബന്ധന തൊഴിലാളികളുടെ വികസനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത്. കാരണം കേരളത്തിലുള്ള ഒരു 30% വരുന്ന ആളുകൾ മത്സ്യബന്ധനം. ശരിക്കും ഞാൻ പറയട്ടെ, കേരളത്തിന്റെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളികളാണ്. തീർച്ചയായിട്ടും അതെങ്ങനെ ആ ഒരു അല്ലേ? കാരണം ഏതൊരു ദുരന്ത മുഖത്തും അവർ വരുന്നത്, പ്രളയത്തിനൊക്കെ അവർ വന്നതൊക്കെ സിനിമ വരെയായി. 2018 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ. എല്ലാരും ഉണ്ട്, പക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു മാസ് നമ്മൾ ആ സിനിമയിൽ അവർക്കുള്ള ഒരു കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പൊ കിട്ടി. പരക്കെ നമ്മുടെ ബജറ്റൊക്കെ വന്നപ്പോഴേ, നിർമ്മലാ സീതാരാമൻ ബജറ്റൊക്കെ അവതരിപ്പിച്ചപ്പോ കേരളത്തിന് എന്തോ അവഗണന കിട്ടിയ പോലത്തെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അതുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ ഒരു മുഖച്ഛായ രക്ഷിക്കാൻ നമുക്ക് പാലക്കാടാണെങ്കിലും വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഹൈടെക് സിറ്റി ആക്കുന്നത് അല്ലെ? നീ ഇന്നലെ അതിനെ കുറിച്ച് വാർത്ത ചെയ്തായിരുന്നു. അടുത്തത് വരും. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത ചെറുതായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ലിൽ പൊതുജനങ്ങളുടെ നിർദ്ദേശം. വഖഫ് ഭേദഗതി ബില്ല് കേട്ടോ. ഇല്ലല്ലോ, കുഴപ്പമില്ല. വഖഫ് ഭേദഗതി ബില്ലിൽ പൊതുജന നിർദ്ദേശം ക്ഷണിച്ച് JPC. വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് സംയുക്ത പാർലമെന്ററി സമിതി ഫാക്സ്, ഇമെയിൽ, തപാൽ എന്നിവയെ മുഖേന ലോക്സഭാ സെക്രട്ടേറിയറ്റ് ജോയിന്റ് സെക്രട്ടറിക്കോ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നേരിട്ടോ നൽകാം. അതായത് നിങ്ങൾക്ക് ഈ ബില്ലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിനെക്കുറിച്ചുള്ള മാറ്റേണ്ട കാര്യങ്ങൾ, പുതുക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള ഒരു ഓപ്ഷനാണ് തരുന്നത്. ഇപ്പൊ ഒരുപാട് പേര് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരു ഭേദഗതി ബില്ലാണിത്. അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ പൊതുജനങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാവുന്നവർക്കും പഠിച്ചവർക്കും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിംസിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, അതിക്രമങ്ങളൊക്കെ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിന്റെ ഒരു ചുവട് വെച്ചുകൊണ്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ മുസ്ലിം MLA-മാർക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഇടവേള നിർത്തി അസാം നിയമസഭ. മുസ്ലിം MLA-മാർക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് അനുവദിക്കുന്ന 2 മണിക്കൂർ ഇടവേള അസാം നിയമസഭ നിർത്തലാക്കി. കൊളോണിയൽ കാലഘട്ടത്തിന്റെ മറ്റൊരു അടയാളം കൂടി ഇല്ലാതാക്കിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചു. എന്നിരുന്നാലും പക്ഷെ വെള്ളിയാഴ്ച അവരുടെ ഒരു പ്രാർത്ഥന നേരമാണ് അല്ലേ? അതൊക്കെ നിർത്തലാക്കാന്ന് പറഞ്ഞ ഒരു അവകാശ ലംഘനമല്ലേ? സാധാരണക്കാർ അയ്യോ സത്യം എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എല്ലാ മതങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിക്കാനുള്ള ഒരു സ്പേസ് ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ഹ്യൂമൻ റൈറ്റ്സ് ആണത്, അവരുടെ ഒരു മതം അല്ലെ, അവരവരുടെ വിശ്വാസമൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ അതിന് ഇതുപോലുള്ള നിയമങ്ങളിലൂടെ അല്ലെ? അതെ, തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോ നിങ്ങളുടെ ഒരു വിശ്വാസത്തെയോ ഇതിനെ നമ്മൾ ഞാൻ ചുമ്മാ നടക്കുന്നത്, നമ്മൾ സാധാരണക്കാരും ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും റെസ്ട്രിക്ഷൻസ് കൊടുക്കില്ല. റെസ്പെക്ട് ചെയ്തോളൂ. ഞങ്ങളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് പള്ളിയിൽ പോകുന്ന സമയത്ത് വെള്ളിയാഴ്ച മസ്റ്റാണ് പള്ളി പോകുന്നത്. നമ്മുടെ ടീച്ചർമാര് അവിടെ എന്ത് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവരെ വിടും. അത് അവർക്ക് സ്പെഷ്യൽ ക്ലാസ് കൊടുത്ത് ഞങ്ങളെ ആണെങ്കിൽ ഒന്നും പഠിപ്പിക്കത്തില്ല. അത് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ് ഞങ്ങൾക്ക്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അത് ഇടവേള ഇല്ലാതാക്കിയതോടെ നിയമസഭ കൂടുതൽ കാര്യക്ഷമമാകുമെന്ന്. ആ വെള്ളിയാഴ്ചത്തെ 2 മണിക്കൂർ അവർക്ക് പ്രാർത്ഥിക്കാൻ കൊടുക്കുന്ന ആ ഒരു സമയം, എന്നിട്ട് അത് കാര്യക്ഷമമാവുന്നു. അതൊക്കെ എന്ത് നിലപാടാ? 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ നിയമസഭ എന്ത് കാര്യക്ഷമമാവാനാണ്? പക്ഷെ ഇവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം വിഭാഗക്കാർ വിവാഹവും വിവാഹമോചനവും സർക്കാർ രജിസ്റ്റർ ചെയ്യണമെന്ന ബില്ലിന് അംഗീകാരവും നൽകിയിരുന്നു. അതായത് അവരിനി ഒഫീഷ്യലായിട്ട് തന്നെ വിവാഹം കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം. അതല്ലാതെയുള്ള ഇടനിലക്കാരോ അങ്ങനെയുള്ള ആളുകളോ വെച്ചിട്ടുള്ള രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും വാലിഡ് അല്ല എന്നുള്ളതും ഇറക്കിയിരുന്നു. പക്ഷെ ഇത് അവരുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അവരുടെ വിശ്വാസമാണ്. അതിന്റെ ഉള്ളിലും കൈയിട്ട് വരാൻ. ഇപ്പൊ ഇന്നലെ തന്നെ ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടമ്മ ദാരുണമായി അവർ മരണപ്പെട്ടു. പോലീസൊക്കെ അതിക്രമിച്ച് കയറുകയാണ് ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കൂടി വരുന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നത് ചെറിയ ചെറിയ കോളം വാർത്തകളാണ്. ഇതിങ്ങനെ പെരുപ്പിച്ച് ഒരു ആളി കത്തിക്കരുതേ എന്നുള്ളൊരു ആക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക്. എല്ലാ മതക്കാർക്കും പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും അതിനെ റെസ്പെക്ട് ചെയ്താൽ മാത്രം മതി. അതെ. ഇപ്പൊ ഒന്ന് ആലോചിക്കും, ഗാസയിൽ തന്നെ ഗാസയിൽ അടുത്ത അതോട് അനുബന്ധമായിട്ടുള്ള വാർത്ത വന്നിരിക്കുന്നത്, ഗാസയിലെ മെഡിക്കൽ കോളേജ് സംഘത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം. മെഡിക്കൽ സംഘത്തിന് നേരെ ഒരു ആക്രമണമാണ്. കുട്ടികൾക്ക് പോളിയോ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമാണ് ഇങ്ങനത്തെ ആക്രമണമൊക്കെ വരുന്നത്. ഇവിടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു ബോംബാക്രമണം. എന്തൊരു മാനസികാവസ്ഥയാണ്, എന്ത് റിവെഞ്ചാണിത്, എന്താണ് എന്താണ് ഇതിൽ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഗാസയിലെ ആശുപത്രിയിലേക്ക് സഹായമായി പോയ വാഹനവ്യൂഹത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇത് പേടിപ്പിക്കാനോ മറ്റോ വേണ്ടി നടത്തുന്ന പോലെയല്ല, അവര് കൊല്ലപ്പെടുത്താൻ വേണ്ടി തന്നെ നടത്തുന്ന പോലെയാണ് ഈ ഗാസയിലെ ആക്രമണങ്ങൾ വരുന്നത്. ശരിക്കും പറയാൻ സംസാരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ഇതിനെപ്പറ്റി. എന്തിനാണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ തന്നെ ചിന്തിക്കണം. പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാനോ നിലനിൽപ്പിനൊക്കെ. പക്ഷേ ശരിയാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ് പ്രശ്നങ്ങൾ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും അതിനൊരു കൊച്ചുകുട്ടികളെ ആലോചിച്ചിട്ടെങ്കിലും അവരുടെ ഒരു ഭാവി, കൊച്ചുകുട്ടികളല്ലേ, നമുക്കിതൊക്കെ പറയാം. നമ്മുടെ നാടും ഇതുപോലെ കലുഷിതമായ മേഖലയാക്കരുത്. ഈ മതം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാം ക്ഷമിച്ച് ഒരു സമയത്ത് ഇത് പൊട്ടിക്കരുത് അല്ലേ? നമ്മുടെ നാട്ടിൽ കൂടിയാണ് പറയുന്നത്. ഗാസയിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാ? പ്രധാനമന്ത്രി ഒരു സമാധാന അന്തരീക്ഷത്തിലൊക്കെ വരുത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫലവത്താവട്ടെ എന്ന് മാത്രം. യുദ്ധങ്ങളാണ് റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധങ്ങള്. അമേരിക്ക അതിന്റെ പുറകിൽ നിന്നുള്ള കളികളാണെന്ന് ആരോപിക്കുന്നു. നമ്മുടെ ഇവിടെ തന്നെ അതെ, മെഡിക്കൽ സംഘം ഗാസയില് ആക്രമണം നേരിട്ടു എന്ന് പറയുമ്പോൾ തന്നെ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാര് സുരക്ഷിതരല്ല എന്നുള്ളതാണ് IMA സർവേ വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെയും സുരക്ഷിതരല്ല. മെഡിക്കൽ സംഘം രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന അവര് സുരക്ഷിതരല്ല എന്നുള്ളത്. പിന്നെ ട്രംപിന്റെ അധ്യായം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറെന്ന് കമലാ ഹാരിസ്. അമേരിക്ക തയ്യാറെടുത്തു കഴിഞ്ഞു ട്രംപിന്റെ ആധിപത്യം അവസാനിപ്പിക്കാനെന്നാണ് കമലാ ഹാരിസ് പറയുന്നത്. US രാഷ്ട്രീയത്തിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യായം അവസാനിപ്പിക്കാൻ അമേരിക്കൻ ജനത തയ്യാറാണെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസ്. അമേരിക്കയെ ഭിന്നിപ്പിക്കാനും ജനതയുടെ ഐക്യത്തെയും മൂല്യങ്ങളെയും തച്ചുടയ്ക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്നും അവർ ആരോപിച്ചു. അപ്പോൾ കമലാ ഹാരിസ് ആൻഡ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമാണ് അമേരിക്ക കാണാൻ കിടക്കുന്നത്, സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്സ്. പ്രധാനപ്പെട്ട വാർത്തയൊന്നുമല്ല, കോട്ടയംകാരുടെ ഒരു വാർത്തയാണ്. കോട്ടയംകാരുടെ വാർത്ത പ്രധാനപ്പെട്ട അല്ലേ? കോട്ടയംകാരുടെ പ്രധാനപ്പെട്ട വാർത്തയൊന്നുമല്ല. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണ്ണാർക്കാട് പള്ളി വേറെ. മണ്ണാർക്കാട് പള്ളി പെരുന്നാളുകൾ കൊടിയേറാൻ പോവുകയാണ്. നാളെ തൊട്ട് അവിടെ 8 നോമ്പ് ആരംഭിക്കുന്നു. അപ്പൊ അടിപൊളിയാണ്, നല്ല ഒറ്റപൊളി 7 ദിവസം കഞ്ഞിയും പയറൊക്കെ കിട്ടും. ഉച്ചക്ക് എപ്പോ പോയാലും കിട്ടും. ഉച്ചയ്ക്ക് മാത്രമല്ല, എല്ലാം എപ്പോ പോയാലും കിട്ടും. വലിയ പരിപാടികളാണ്. കുറെ പേര് വരുന്നതാണ്. കൊണ്ട ചെണ്ട അടിപൊളിയാട്ടോ. എല്ലാരും പറഞ്ഞു കാണണം. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഈ പ്രാവശ്യം നല്ല നല്ല രീതിയിലുള്ള ഒരു പെരുന്നാളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പള്ളി പ്രവർത്തകർ. അതെ, കാലം ചെയ്ത ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവയുടെ 28ാമത് ദുഃഖാരോഹണ പെരുന്നാൾ മണ്ണാർക്കാട് വിശുദ്ധ മർത്ത മറിയം യക്കോബയ സുറിയാനി കത്തീഡ്രൽ ആചരിക്കുന്നതിന്റെ ഭാഗമായി വിശ്വാസികൾക്ക് നേർച്ച നൽകുന്നതിനുള്ള നെയ്യപ്പം പാകം ചെയ്യുന്നത് ഫാദർ ലിറ്റു തണ്ടാശ്ശേരിയിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഒരു ചിത്രം കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പെരുന്നാളിന് 8 നോമ്പ് പെരുന്നാളിന് ഇന്ന് തുടക്കാവുകയാണ്. ജോസിന് പറഞ്ഞ പോലെ അത് ആഘോഷമാക്കുക. അതെ, ആഘോഷമാണ്. നിങ്ങളൊന്ന് ചെന്നാ മതി അല്ലേ? പ്രിയങ്കയ്ക്ക് എന്തോ പറയാനുണ്ട്, പറയൂ പ്രിയങ്ക. സങ്കടകരമായ വാർത്തയുണ്ട്. ലിഫ്റ്റിന്റെ വാതിൽ തുറന്ന് പ്ലാറ്റ്ഫോം എത്തിയില്ല. മലയാളിക്ക് ദാരുണം. കോട്ടയത്ത് വെച്ചിട്ടോ? അതൊന്ന് വായിക്കാമോ? ഹോട്ടലിലെ ലിഫ്റ്റിലേക്ക് കയറിയ കുടമാലൂർ സ്വദേശിയായ പ്രവാസി 7ാം നിലയിൽ നിന്നും വീണ് മരിച്ചു. കോട്ടയം കുടമാലൂർ വാതക്കോട്ടത്ത് പരേതനായ രാമചന്ദ്രൻ നായരുടെ മകൻ രഞ്ജിത്ത് ബാബുവാണ് മരിച്ചത്. ഇദ്ദേഹവും ഭാര്യയും ബിസിനസ് ആവശ്യത്തിന് സൂറത്തിലെത്തിയതായിരുന്നു. സൂറത്തിലെ റിംഗ് റോഡിലുള്ള ഹോട്ടലിലെ 7ാം നിലയിലാണ് താമസിച്ചിരുന്നത്. കോട്ടയത്തല്ല, കോട്ടയംകാരനാണ്. സൂറത്തിൽ വെച്ചാണ്.
ഓക്കെ. അതെ. അയ്യോ, ഒരു സുപ്രധാന വാർത്ത. സുപ്രീം കോടതിയിലൊക്കെ നീതി വൈകി നിഷേധിച്ച കേസുകെട്ടുകളുടെ എണ്ണം 4.45 കോടി കെട്ടിക്കിടക്കുന്ന കേസുകൾ. കേരളത്തിൽ ഇത് 18 ലക്ഷം കേസുകളുണ്ട്. എന്താ ഇത്? അപ്പൊ ഈ പരാതികളൊക്കെ പോയി കേസാക്കുന്നതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കും, പത്രമാധ്യമങ്ങളിൽ വരും എന്നുള്ളതാണ്. സ്ത്രീകൾ പരാതിപ്പെട്ട കേസുകളാണ് കൂടുതൽ കെട്ടിക്കിടക്കുന്നത്. അതൊരു ഭയങ്കര ദുരന്ത സമാനമായ ഒരു സാഹചര്യമാണ്. കാരണം ഭയങ്കര നിയമം പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുക, കൂടുതൽ സ്ത്രീകൾ പരാതിക്കാരായ കേസുകൾ കെട്ടിക്കിടക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു റെക്കോർഡായിട്ടൊന്നും കണക്ക്. സുപ്രീം കോടതിയിൽ റെക്കോർഡ്, അതൊരു അഭിമാന നേട്ടമൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാടിന്റെ താന്നൊരവസ്ഥയാണ് അത് കാണിക്കുന്നത്. സിവിൽ കേസുകൾ തന്നെ 1 കോടിയിലധികം ഉണ്ട്. ക്രിമിനൽ കേസുകളുണ്ട് അത്രേ 3 കോടി. പിന്നെ 30 വർഷത്തിലേറെ പഴക്കമുള്ള 1 ലക്ഷത്തോളം കേസുകൾ. അവരൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് തമ്പുരാൻ അറിയാം. സുഖകരമായ ജീവിതം ജീവിച്ചവർ പോയിട്ടുണ്ടാവും. കേസപ്പൊ ക്യാൻസൽ ചെയ്യാല്ലേ? സ്പോർട്സ് പേജിലേക്ക് പോകാറായോ? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ, മംഗളമോ ദേശാഭിമാനിയോ ജനയുഗമോ? ജനയുഗം അത്യാവശ്യം സ്റ്റാൻഡേർഡ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. BJPക്ക് കൂച്ചുവലങ്ങിടാൻ RSS. ഇവർ തമ്മിൽ ഇപ്പൊ വലിയ അന്തർധാര സജീവമല്ല എന്നാണ്. എന്താണ് BJPനോട് RSSനുള്ള പ്രശ്നം എന്ന് ആരായുമ്പോൾ നമ്മുടെ മരിയ ഇന്നലൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് മോദിയുമായിട്ട് അമിത്ഷാ ഇങ്ങനെ അകറ്റി നിർത്തുന്നതായിട്ടുള്ള ഒരു നിലപാടിലേക്ക് RSS വരുന്നു എന്നുള്ളൊരു വീഡിയോ പറയാന്ന്. അപ്പൊ അതിൽ കമന്റ് സെക്ഷനിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, അത് മോളുടെ ചപല വ്യാമോഹം എന്ന്. അത് മോള് കണ്ട സ്വപ്നം. പക്ഷെ അങ്ങനെയല്ല, RSS അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ഞങ്ങൾ വാർത്ത ചെയ്യാറില്ല. RSSനോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മോദി സർക്കാർ ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വാദമൊക്കെ RSS ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ RSS നിൽക്കുന്നുണ്ട്. നിരവധിയായ ഒരു അന്തർധാരയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നൊക്കെയാണ്. അതെ, അന്തർധാര സജീവമാണ്, എന്തൊക്കെയോ കലങ്ങി മറിയുന്നുണ്ട് അല്ലെ വാദിക്കുന്നത്. അതെ അതെ അതെ. ഇന്ന് പാലക്കാട് നടന്ന 3 ദിവസത്തെ RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് BJPക്ക് കൂച്ചുവലങ്ങിടുന്ന കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് സൂചന. അവരുടെ പേരുകളൊക്കെ ഉണ്ടോ? എന്താണ് അഖില ഭാരതീയ സമന്വയ ബൈഠക്? ഒരു ഹിന്ദി ടച്ചുള്ള പേരുകൾ അവരുടെ. അങ്ങനെ BJPയെ നിയന്ത്രിക്കാൻ RSS മുന്നോട്ട് വരുമ്പോൾ BJP രാഷ്ട്രീയത്തെ അത് ബാധിക്കുമോ? BJPയുടെ ഭാവിയെ അത് ബാധിക്കുമോ? നരേന്ദ്രമോദിയെ അത് ബാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അമിത്ഷാനും ഈ മോദിയിൽ നിന്ന് അകറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തായാലും ബാധിക്കും. കാരണം ഇവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര സംഭവമാണ്. നല്ലൊരു അല്ലേ? അങ്ങനെ പാലക്കാട് നീ പറഞ്ഞില്ലേ സ്മാർട്ട് സിറ്റി ആക്കാനുള്ള, അപ്പൊ തുടർ പ്രവർത്തനങ്ങൾക്കായി 4 അംഗ ദൗത്യ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. നീ പറഞ്ഞല്ലോ നടത്തിയെടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. 4 അംഗ ദൗത്യ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മള് സിനിമ പറയുന്ന പോലെ തന്നെ എല്ലാം ഇറങ്ങി കഴിഞ്ഞ് ഡബിങ്ങും പ്രീ പ്രൊഡക്ഷനും ആഫ്റ്റർ പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് തിയേറ്റർ റിലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി എന്ന് നമുക്ക് പറയാം. കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത കിട്ടി. നരേന്ദ്രമോദി മാപ്പ് ചോദിച്ചത് അതൊരു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. വാർത്ത കിട്ടി. ശിവജി പ്രതിമ തകർന്ന സംഭവം, മാപ്പ് ചോദിച്ച് മോദി. മഹാരാഷ്ട്രയിലെ കൂറ്റൻ ശിവജി പ്രതിമ തകർന്നതിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശിവജിയെ ആദരിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മഹാരാഷ്ട്രയിലെ പാൽഗറിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ കൺസൾട്ടന്റ് അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ പ്രതിമകളെ തൊട്ട് കളിക്കരുത്, സെൻസിറ്റീവ് ആണ്. ജനങ്ങളെ തൊട്ട് വേണം കളിച്ച കുഴപ്പമില്ല. മാപ്പ്, നിങ്ങളോട് മാപ്പ് എന്നൊരു വാക്ക് നിങ്ങൾ പറയണം. പ്രതിമ മാത്രമല്ല, ശരിയാണ്, പ്രതിമയും റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട വ്യക്തികളുടെ പ്രതിമ തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇല്ലേ? പക്ഷേ പ്രതിമ പോലെ മനുഷ്യരുടെ വികാരങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കണം. അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രതിമകളെ പോലെ ആവും. തീർച്ചയായിട്ടും പ്രതിമകളാകാതിരിക്കുന്ന മനുഷ്യരും ഉണ്ട് ഇന്ത്യയിൽ എന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. വധാവൻ തുറമുഖ പദ്ധതിക്ക് തുടക്കം. ഇന്നലെ നമ്മൾ വലിയ പേജിൽ വായിച്ചായിരുന്നു. വധാവൻ തുറമുഖ പദ്ധതി നരേന്ദ്രമോദി തുടക്കമിട്ടത്. മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രതിഷേധത്തിനിടെ മഹാരാഷ്ട്രയിലെ വധാവൻ തുറമുഖ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. 76,200 കോടി രൂപ ചെലവഴിച്ചാണ് തുറമുഖത്തിന്റെ നിർമ്മാണം. ഇപ്പോഴാലോചിക്കുക, പരിസ്ഥിതി പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരും പ്രതിഷേധത്തിലാണ് അങ്ങനെ തുറമുഖം വരുന്നതിനൊക്കെ.
കർഷകരുടെ സമരം എപ്പോഴും ഈ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും 50%-ലധികം വരുന്നവര് കർഷക തൊഴിലാളികളാണ്. ഇന്ത്യയിൽ ഫുഡിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന ഈ കർഷകരുടെ അധ്വാനം കൊണ്ടാണ്. അപ്പൊ 50% വരുന്ന ഈ കർഷകരുടെ നീതിക്ക് വേണ്ടി അവർ പരിശ്രമിക്കുമ്പോൾ ഒരു തരത്തിലുള്ള അവരുടെ കഴിഞ്ഞ സർക്കാർ, അതായത് മോദിയുടെ തന്നെ ഈ രണ്ടാം സർക്കാർ പല വിധത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിട്ട് നിന്നതാണ്. അതായത് ഇലക്ഷന്റെ സമയത്ത് തയ്യാറാണ്, അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്കിത് ചെയ്തു തരാം എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട് മൂന്നാം സർക്കാർ കയറിയതിനു ശേഷം അവർ വീണ്ടും സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാം സർക്കാർ ഇവർക്ക് അത് ചെയ്തു കൊടുത്തില്ല, അതായത് അവർക്ക് ആ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥമാകുന്നത്. അപ്പൊ നമ്മൾ ഇനിയെങ്കിലും കർഷകർക്ക് വേണ്ടി സംസാരിക്കണല്ലേ, കർഷകർക്ക് വേണ്ടി ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം നിങ്ങൾ എത്തണം, അതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും കർഷകർക്ക് വേണ്ടിയും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. തീർച്ചയായിട്ടും. ഓക്കെ, വിശക്കുന്നുണ്ടല്ലേ? വിശപ്പ് തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച മോഡലല്ല, അതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ്. ഇത് 100, അതുകൊണ്ട് ഞാൻ 100 അല്ല ഉദ്ദേശിച്ചത്. ഞാനും ഇതില്ല എന്റെ മോഡലും. ഇത് 100 ഞാൻ മീറ്റിയോടെ പറഞ്ഞത്. എന്തായാലും റോയൽ എൻഫീൽഡിന്റെ എല്ലാത്തിനും നല്ല ഇതുണ്ട്, നിങ്ങൾ പോയി അന്വേഷിക്കും. 1,50,000 ഉണ്ടോ സ്റ്റാർട്ടിംഗ് പ്രൈസ്? പക്ഷെ കുഴപ്പമില്ല, EMI ഉണ്ട് 1,888 രൂപ മാത്രം. അതെ, EMI കിട്ടിയാൽ മതി. ഞാൻ 2 മാസത്തിനുള്ളിൽ എടുക്കും. വാക്ക് എടുക്കട്ടെ. അപ്പോ സ്പോർട്സ് പേജിലേക്ക് പോവാം. പോണ്ടേ? പിന്നെ പോണ്ടേ, സ്പോർട്സും കൂടി വേണം. സ്പോർട്സ് പേജ് ഇല്ലേ? മാതൃഭൂമി എന്താ ഇങ്ങനെ എന്നെ പറ്റിക്കണം? മാതൃഭൂമി സ്പോർട്സ് പേജ് എന്താണ്? വെടിവെച്ചിട്ടത് 3 മെഡല്. വെടിവെച്ചിട്ടത് 3 മെഡൽ. ഇന്ത്യ 3 മെഡല്. അഭിമാന താരങ്ങൾ നോക്കൂ. ടോക്കിയോയിലെ സ്വർണ്ണത്തിളക്കം പാരീസിലും ആവർത്തിച്ച് ഇന്ത്യയുടെ പാരാലിമ്പിക് ഷൂട്ടിംഗ് താരം അവനി ലെഗ്രെ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതാ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1-ൽ അവനി സ്വർണം വെടിവെച്ച് വീഴ്ത്തി. അതെ, തീർച്ചയായിട്ടും. ആവണി പൊന്നൂഞ്ഞാൽ എന്ന് പറഞ്ഞാണ് ജനയുഗം അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആവണി പൊന്നൂഞ്ഞാൽ തന്നെയാണ്. ആവണി പൊന്ന് മേടിച്ചതന്നെയാണ്. വാട്ടർ ടൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ആരായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ത്യക്ക് അഭിമാനമായി പാരീസ് പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണ്ണം ഷൂട്ട് ചെയ്തിട്ട് ആവണി പൊന്നൂഞ്ഞാൽ വയല് അല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് അഭിനവ് ബിന്ദ്ര പണ്ട് ഷൂട്ടിങ്ങിൽ നമുക്ക് സ്വർണ്ണം കിട്ടിയായിരുന്നു ഒളിമ്പിക്സിൽ. അപ്പോ ഷൂട്ടിങ്ങിൽ വീണ്ടും പാരാലിമ്പിക്സിൽ നമുക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലെ? തീർച്ചയായിട്ടും വലിയൊരു പവറാണ്. അങ്ങനെ അടുത്ത മനീഷ് നർവലിന് വെള്ളിയുണ്ട് കേട്ടോ. പുരുഷ വിഭാഗം 10 മീറ്റർ എയർ പിസ്റ്റൾ SH1-ൽ ഇന്ത്യയുടെ മനീഷ് നർവലിന് വെള്ളി. പിസ്റ്റൾ കൊണ്ടും വെടിവെപ്പ് കൊണ്ടും നമ്മൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? പിന്നെ പ്രീതി പാൽ, അതെന്താണ്? വനിതാ 100 മീറ്റർ T35 ഇനത്തിലൂടെ പ്രീതി പാൽ ഇന്ത്യൻ അക്കൗണ്ടിൽ ചരിത്ര മെഡലും എത്തിച്ചു. ഈ ഇനത്തിൽ ഇന്ത്യക്കായി പാരാലിമ്പിക്സിൽ മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ താരമായി പ്രീതി പാൽ മാറിയിട്ടുണ്ട്. 14.21 സെക്കൻഡിലാണ് പ്രീതി 100 മീറ്റർ T35 ഫിനിഷിംഗ് ലെവൽ കടന്നു. എന്താണെങ്കിലും മെഡലുമായി പ്രീതി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതെ. അരങ്ങേറ്റത്തിൽ റെക്കോർഡിട്ട് ഇന്ത്യൻ താരം വിരമിച്ചായിരുന്നു. ആരാണെന്നറിയോ? 4 ഓവറിൽ 10 റൺസിൽ 4 വിക്കറ്റുകൾ എടുത്താണ്. T20 ക്രിക്കറ്റ് അരങ്ങേറ്റത്തിൽ തന്നെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും മികച്ച ബോളിംഗ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള ബരീന്ദർ സ്രാൻ വിരമിച്ചു. 31 ബരീന്ദർ സ്രാൻ 2 T20 മത്സരങ്ങളിലും 6 ഏകദിനങ്ങളിലാണ് കളിച്ചിട്ടുള്ളത്. അത് നല്ലൊരു കരിയർ ഇന്ത്യൻ ടീമിൽ കിട്ടിയില്ല. നല്ലൊരു പ്ലെയർ ആയിരുന്നു ആക്ച്വലി. എന്തായാലേ ആദ്യ മത്സരങ്ങളിൽ തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ട് ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. പലരും അങ്ങനെ ദുഃഖത്തിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചില തൽപര കക്ഷികളുടെ ടീമായി ഇന്ത്യൻ ടീം മാറുന്നു എന്ന ഒരു പരാമർശത്തിനൊക്കെ ഇപ്പോ വഴിവെട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരാണ് അവരുടെ ഒരു വിഷമത്തിൽ ഈ രാജിവെക്കുന്നതല്ല വിരമിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ പത്രവാർത്താസ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. തീർച്ചയായിട്ടും. പിന്നെ കേരള ക്രിക്കറ്റ് ലീഗിന് തിങ്കളാഴ്ച തുടങ്ങും. പ്രവേശന സൗജന്യമാണ്. പോകണേ പോവാൻ തിരുവനന്തപുരത്താണ്. മത്സരം തത്സമയം സ്റ്റാർ സ്പോർട്സിലുണ്ട്. വേണമെങ്കിൽ പോയി കണ്ടോ, കുഴപ്പമില്ല അല്ലേ? നമ്മുടെ തിരുവനന്തപുരത്തല്ലേ? അതെ. അപ്പോൾ ഇന്നത്തെ പത്രവാർത്താസ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നും പതിവ് പോലെ
വാർത്തകൾ ഞങ്ങൾ മുക്കിയിട്ടുണ്ടാവുന്നല്ല, ഞങ്ങൾ നോക്കാതെ വിട്ടുപോയിട്ടുണ്ടാവും. മുക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ല അല്ലേ? അതെ, ഫ്രീ ബേർഡ്സ് ആണ്. അതെ, കറക്റ്റ്. അതെ അതെ അതെ. ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്ന വാർത്തകൾ പിന്നെ പല പത്രങ്ങളുണ്ടല്ലോ, അപ്പൊ അതെ, അപ്പൊ അതുകൊണ്ട് അതെ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പറ്റുന്നത്ര വാർത്തകൾ കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ അറിവിന്റെ പരിധിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനുമോദിക്കണം, കമന്റ് ചെയ്യണം. അതെ, തീർച്ചയായിട്ടും. ഇത് ജോസ്വിൻ, അക്ഷയ്, പ്രിയങ്ക. അപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും അതെ അതെ, ക്യാമറാമാൻ ഒരു നല്ലൊരു കൂട്ടം തന്നെയുണ്ട്. ക്രിസ്റ്റി, അഭിമോൻ, റോണി, നീതിലക്ഷ്മി, മരിയ, ജിഷ്ണു, പിന്നെ ആൻഡോ സാറ്, ടെക്നിക്കൽ ആൻഡോ സാറ്, സ്പിനോ സാർ, അങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഹർഷ, സനീഷ്, അങ്ങനെ പറയുകയാണെങ്കിൽ അതെ അതെ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങള് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ കാണാം. നല്ലൊരു ശനിയാഴ്ച. അതെ, മാസാവസാനം, നല്ലൊരു മാസാവസാനം ആശംസിക്കുന്നു. ഒന്നും നിർത്തലേ കുറെ. നാളെ 1-ാം തീയതിയാണ്. 1-ാം തീയതി കാണാം.